അബുദാബിയിലെ അൽദാഫ്ര സൈനിക താവളത്തിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വ്യക്തമാക്കുന്നു. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് പ്ലെയാഡിസ് നിയോ പുറത്തുവിട്ട സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ താവളത്തിലെ ഒന്നിലധികം വിമാനപ്പുരകൾക്ക് കടുത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി കാണാം. ഒരു ഹാങ്ങർ തീപിടുത്തത്തിൽ പൂർണ്ണമായും തകരുകയും മറ്റൊന്നിന്റെ മേൽക്കൂരയ്ക്ക് വലിയ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. താവളത്തിലെ അറ്റകുറ്റപ്പണികൾക്കും ലോജിസ്റ്റിക് ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കുന്ന ഭാഗങ്ങളിലാണ് മിസൈലുകൾ പ്രധാനമായും പതിച്ചത്. ഇത് താവളത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചു. ഏകദേശം 2000 അമേരിക്കൻ സൈനികർ ഈ താവളത്തിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഡ്രോൺ ഓപ്പറേറ്റർമാരും അത്യാധുനിക F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളുടെ യൂണിറ്റുകളും ഉൾപ്പെടുന്നു. തെക്കു പടിഞ്ഞാറൻ ഏഷ്യയിലെ US സൈനിക നീക്കങ്ങളുടെ പ്രധാന കേന്ദ്രമായാണ് അൽദാഫ്ര അറിയപ്പെടുന്നത്. ദീർഘകാലമായി ഇവിടെ അമേരിക്കൻ സാന്നിധ്യമുണ്ടെങ്കിലും UAE ഈ വിവരം ഔദ്യോഗികമായി പരസ്യപ്പെടുത്തിയത് അടുത്ത കാലത്താണ്. അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നിലവിലുള്ള ഒരു താവളത്തിൽ ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞു എന്നത് സൈനിക വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഇത് മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നു. പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് കടുത്ത മറുപടിയുമായാണ് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത്. റവല്യൂഷണറി ഗാർഡാണ് ട്രംപിന് ഇന്ന് മറുപടി നൽകിയിരിക്കുന്നത്. ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടതിലൂടെ വലിയൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത്. ഇനിയും ഇത് ആവർത്തിച്ചാൽ നിങ്ങളുടെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കെതിരായ ആക്രമണം തുടരും. അത് പൂർണ്ണമായും നശിപ്പിക്കുന്നത് വരെ ആക്രമണങ്ങളിൽ നിന്നും പിന്മാറില്ല. നേരത്തെ നടത്തിയതിലും ശക്തമായ ആക്രമണങ്ങളാവും നടത്തുകയെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഖത്തറിലെ പ്രകൃതിവാതക കേന്ദ്രങ്ങൾ ആക്രമിച്ചതിൽ ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നേരത്തെ രംഗത്തെത്തിയിരുന്നു. ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലാണ് ഖത്തറിനെതിരായ ആക്രമണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് ഇറാനോട് ട്രംപ് ആവശ്യപ്പെട്ടത്. പിന്നാലെ അമേരിക്കയും ഇസ്രയേലും നടത്തിയ സംയുക്ത ആക്രമണത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥൻ അലി ലാരിച്ചാനിയുടെ മരണത്തിൽ കടുത്ത തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയും പറഞ്ഞിട്ടുണ്ട്. അലി ലാരിച്ചാനിയുടെ രക്തത്തിന് അപരാധികൾ ഉടൻ തന്നെ വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാജ്യത്തിന്റെ സുരക്ഷാ രാഷ്ട്രീയ മേഖലകളിൽ നിർണായക സ്വാധീനമുള്ള ലാരിച്ചാനിയുടെ മരണം ഇറാന് വലിയ നഷ്ടമാണെങ്കിലും തങ്ങളുടെ പോരാട്ടവും യുദ്ധ നടപടികളും ഒട്ടും തളരാതെ തുടരുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. ഇറാനിലെ സുരക്ഷാ സംവിധാനങ്ങളെയും രാഷ്ട്രീയ നേതൃത്വത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയായിരുന്നു അലി ലാരിച്ചാനി. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോറുമായുള്ള അടുത്ത ബന്ധവും ഭരണതലത്തിലെ ദീർഘകാല അനുഭവ പരിചയവും അദ്ദേഹത്തെ ഭരണകൂടത്തിന്റെ കരുത്തുറ്റ തൂണുകളിൽ ഒന്നായി മാറ്റി. അതുകൊണ്ട് തന്നെ ലാരിച്ചാനിയുടെ വധം ഇതുവരെയുണ്ടായ ആക്രമണങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആഘാതമായാണ് കണക്കാക്കപ്പെടുന്നത്. ഇറാൻ രാഷ്ട്രീയത്തിലെ വിവിധ അധികാര കേന്ദ്രങ്ങൾക്കിടയിൽ ഒരു പാലമായി പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അഭാവം വരും ദിവസങ്ങളിൽ ഇറാന്റെ നിർണായക തീരുമാനങ്ങളെ ബാധിച്ചേക്കാം. ലാരിച്ചാനിയുടെ വധത്തോടെ യുദ്ധം കൂടുതൽ അപകടകരമായ മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. ഉന്നത സൈനിക കമാൻഡർമാരെ ലക്ഷ്യമിട്ടിരുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ രാജ്യത്തെ പ്രധാന രാഷ്ട്രീയ സുരക്ഷാ ഉദ്യോഗസ്ഥരിലേക്കും വ്യാപിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ശത്രുക്കൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കുകയാണ്. യുദ്ധത്തിന്റെ നിർണായക ഘട്ടത്തിൽ ലാരിച്ചാനിയെ നഷ്ടപ്പെട്ടത് ഇറാന്റെ പ്രതിരോധ തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. അതേസമയം ഒരു വ്യക്തിയുടെ അഭാവം രാജ്യത്തിന്റെ രാഷ്ട്രീയ സാമ്പത്തിക ഘടനയെ ബാധിക്കില്ലെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി പ്രതികരിച്ചു. രാജ്യത്തെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതിനും മാനുഷികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾക്കും ഉത്തരവാദി അമേരിക്കയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി.